ഇവരെന്താ ഈ കാണിക്കുന്നത്? ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യരുത്. അയ്യോ പപ്പ ഇവിടെ? അതെ. അപ്പൊ അവിടെ ആരാ ഉറങ്ങുന്നേ? ഞാൻ നോക്കട്ടെ. മിണ്ടരുത്, ഞാൻ നോക്കാം. ഈ തലയണ മാത്രല്ലേ ഉള്ളൂ. എന്ത് പറ്റി, എന്ത് പറ്റി? നോക്കുന്നേ പാപ്പ, ഞങ്ങളുടെ എല്ലാ പ്ലാനും പൊളിച്ചു കളഞ്ഞു. നിങ്ങൾ എന്തൊരു മണ്ടരാ. നിങ്ങൾ ഇത് പ്ലാൻ ചെയ്യേണ്ടത് വൈകുന്നേരം വേണമായിരുന്നു. ഇന്ന് രാവിലെ നിങ്ങളുടെ മുറിയിൽ ലൈറ്റ് കണ്ടപ്പോഴേ കാര്യം പിടികിട്ടിയില്ലേ? ഓ, ഞാനതങ്ങ് മറന്നുപോയി. മറന്നുപോയി. എന്റെ മോക്ക് വല്ലാത്ത മറവിയാണേ. പപ്പ ഒന്നും പറഞ്ഞിട്ടില്ലേ? ഇതേ മോന് വേണ്ടൊരു ഗിഫ്റ്റ്. ഒരു ഉമ്മ തന്നേ. അതെ, മോക്ക് വേണ്ടിയുണ്ട്. എന്നാ പിടിച്ചു. നമുക്ക് നോക്കാം. എന്താ ഗിഫ്റ്റ് നോക്കിയാ? പതുക്കെ പതുക്കെ. ഈ 2 പൂക്കളെ നീ എനിക്ക് തന്നിട്ട് എന്റെ ജീവിതം നീ ഒരു പൂന്തോട്ടം ആക്കിയില്ലേ? ഈ വീടും കുടുംബവും എല്ലാം എന്റെ മാത്രമല്ലല്ലോ. നിങ്ങൾ ഇത്ര സ്നേഹമുള്ളവനായതുകൊണ്ടായതല്ല ഈ സന്തോഷമല്ല. മതി മതി മതി. എന്നെ നീ ഇങ്ങനെ പുകഴ്ത്തി അങ്ങ് കൊന്നുകളല്ല എന്റെ ഭാര്യയെ. അത് ശരി. എന്നാലേ ഒരു കാര്യം ഒന്ന് പറയട്ടെ. വൈകുന്നേരം എന്താ പ്ലാൻ? നമ്മൾ എവിടെയാ പോന്നേ? ഇത് നോക്ക്, എവിടെ പോകണ്ടെന്നൊക്കെ നീ തന്നെയാണ് തീരുമാനിക്കണ്ടേ. കാരണം ഞാൻ ഇന്നാ ജനിച്ചത്, ന്യൂലി ബോൺ. അത് ശരി, ന്യൂലി ബോൺ അല്ലേ? അത് ശരി, ഞാൻ ഫോൺ ചെയ്തൊക്കെ പറഞ്ഞോളാം. നിങ്ങൾ പോയി നിങ്ങളുടെ ജോലിയൊക്കെ നോക്കിക്കോളൂ. ഫോണൊക്കെ ചെയ്തിട്ട് വാ. പക്ഷെ ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്. ന്യൂലി ബോൺ എന്നൊക്കെ പറഞ്ഞാൽ ദിവസം ആൾക്കാർ എന്തെങ്കിലും സമ്മാനം കൊടുക്കുന്നാണല്ലോ. Many happy returns of the day, sir. Best of luck, sir. Happy birthday, sir. Thanks a lot, Maya. Happy birthday, sir. Thank you. Happy birthday, sir. ഇത് ഒരുപാടുണ്ടല്ലോ. Happy birthday, sir. Thank you.
താങ്ക്സ്. സർ, മുഴുവൻ സ്റ്റാഫിനെയും റെപ്രസെന്റ് ചെയ്തിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. പറയൂ, എന്താണ്? സർ, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് സാറിന് വേണ്ടി ഒരു പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്ലീസ് കുറച്ച് സമയം അതിനു വേണ്ടി കണ്ടെത്തണം. മായ, അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്തത് വൈകുന്നേരം എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൂട്ടി ചെലവഴിക്കാം. ഇന്ന് മാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷം സാറിനോടൊപ്പം പങ്കിടാൻ കഴിയൂ. സാർ ഫാമിലി ആയിട്ട് പാർട്ടിക്ക് പങ്കെടുത്താൽ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ സാർ? സർ പ്ലീസ് സമ്മതിക്കൂന്നേ സർ, പ്ലീസ് പ്ലീസ് സർ. ശരി ശരി ശരി, വൈകുന്നേരം ഞാൻ ഭാര്യയും കൂട്ടി പാർട്ടിക്ക് വരാം. ഓക്കെ? പിന്നെ ഒരു കാര്യം, കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പറ്റില്ല, ഒത്തിരി ലേറ്റ് ആവും. സർ, സാറ് ഞങ്ങളുടെ പാർട്ടിയിൽ ഭാര്യയും കൂട്ടി വരുന്നത് തന്നെ ഞങ്ങൾക്ക് എത്ര സന്തോഷമുള്ള കാര്യമാണെന്നോ. താങ്ക് യു വെരി മച്ച് സർ. അപ്പൊ സർ എല്ലാം പറഞ്ഞതുപോലെ ഇന്ന് രാത്രി 9 മണിക്ക്. ഓക്കെ സർ? താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ. താങ്ക് യു. നിങ്ങൾ തന്നെ പറയുന്നേ. ഭയങ്കര പടക്കത്തിലാണല്ലോ. ദിസ് ഈസ് നോട്ട് ഫെയർ പപ്പ. അല്ല മോളെ. രാഹുൽ, വാ ഇങ്ങോട്ട് വാ എന്റെ കുട്ടാ. മോനെ, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ പാർട്ടിക്ക് വിളിക്കാറില്ലേ? അതുപോലെ എന്റെ ഫ്രണ്ട്സും പാർട്ടിക്ക് വിളിച്ചിരിക്കുക. നിങ്ങളെ പാർട്ടിക്ക് വിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമാവില്ലേ? ഇല്ലേ? ബട്ട് ഞാനൊരു കാര്യം പ്രോമിസ് ചെയ്യാം. പ്രോമിസ് എന്ന് പറഞ്ഞാ പ്രോമിസ്. പ്രോമിസ്? പ്രോമിസ്, പപ്പയുടെ പ്രോമിസ്. നോക്കൂ, ഇതാണ് പപ്പയുടെ പ്രോമിസ്. നെക്സ്റ്റ് വീക്കെൻഡിൽ പപ്പയും മമ്മിയും നിങ്ങൾ രണ്ടുപേരും കൂടി പഞ്ചഗനിയിൽ പോകും. നല്ലൊരു പിക്നിക് ആയിരിക്കും. പ്രോമിസ്. പ്രോമിസ്? പ്രോമിസ്. പ്രോമിസ്. ഇപ്പൊ സന്തോഷായല്ലോ. പിന്നെ മോനെ, ഇവിടെ വരൂ. ഞങ്ങൾ വരാൻ കുറച്ച് വൈകുമേ. നിങ്ങൾ ഊണ് കഴിച്ചിട്ട് ഉറങ്ങിക്കൊള്ളണം. നിങ്ങളുടെ പ്രോമിസ് അല്ലേ? പ്രോമിസ്. വെരി ഗുഡ്. മാർത്ത? യെസ് മാഡം. ഇവർ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിക്കോട്ടെ കേട്ടോ. അതൊക്കെ നോക്കിക്കോളണേ. ഡോണ്ട് വറി മാഡം, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം മാഡം. ശരി. ലിസൺ, മാർത്തയെ ബുദ്ധിമുട്ടിക്കല്ലേ. ഇനി ഞങ്ങൾ പോട്ടെ. ഗുഡ് നൈറ്റ്. പോകാൻ വരൂ. ബൈ ബൈ. വരൂ. ബൈ 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 ബൈ. നമ്മൾ ഒരുപാട് വൈകി. മായക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. മായേ, ഞങ്ങളൊരു 10-20 മിനിറ്റ് വൈകും കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday dear sir. Happy birthday to you. Happy birthday. ഇന്ന് ഒരു വലിയ മനുഷ്യന്റെ ജന്മദിനമാണ്. അദ്ദേഹം ഒരു അത്ഭുതം തന്നെയാണ്. മിസ്റ്റർ സമീർ. ഇദ്ദേഹം ഒരു ബിസിനസ്മാൻ മാത്രമല്ല, വളരെ നല്ലൊരു മനുഷ്യൻ കൂടിയാണെന്ന് പറയട്ടെ. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും ലൈഫ് സ്റ്റൈലിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ മിസ്സിസ് പാണ്ഡെയെ കുറിച്ച് കൂടി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അവരില്ലാതെ മിസ്റ്റർ പാണ്ഡെയുടെ ജീവിതം അപൂർണമാണ്. പണ്ടാരോ പറഞ്ഞിട്ടുള്ളതുപോലെ വിജയിയായ ഏതൊരു പുരുഷന്റെ പിന്നിലും ഒരു സ്ത്രീയുണ്ട്. അതുപോലെ മിസ്റ്റർ പാണ്ഡെയുടെ ജീവിതത്തിലെ ആ സ്ത്രീയാണ് മിസ്സിസ് പാണ്ഡെ. മിസ്റ്റർ ആൻഡ് മിസ്സിസ് പാണ്ഡെ മാതൃകാ ദമ്പതിമാരാണ്. ഇന്ന് മിസ്റ്റർ പാണ്ഡെയുടെ ജന്മദിന വേളയിൽ
അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് തന്ന സ്നേഹാദരവുകൾക്ക് ഞാൻ ഈ അവസരം രാഹുൽ എന്റർപ്രൈസിന്റെ സ്റ്റാഫിന്റെയും എന്റെ പേരിലും അകൈതവമായി നന്ദി രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്നു. പിന്നെ അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇവിടെ വന്ന് 2 വാക്ക് സംസാരിക്കണം. പ്ലീസ് സർ, മിസ്റ്റർ സമീർ പാണ്ഡെ. താങ്ക് യു മായ. മായ എന്നെ ധാരാളം പുകഴ്ത്തിയിരിക്കുന്നു. പിന്നെ പുകഴ്ത്തൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എനിവേ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ കുടുംബത്തിൽ അംഗങ്ങളായി തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യൻ അവന്റെ സന്തോഷം കുടുംബത്തോടൊപ്പം പങ്കിടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് പാർട്ടിയിൽ പങ്കെടുക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മായ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. വിജയിയായ ഏതൊരു പുരുഷന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും. എന്റെ കാര്യത്തിൽ ഇക്കാര്യം വളരെയേറെ ശരിയാണ്. എന്റെ ഇന്ന് വരെയുള്ള വിജയത്തിന് പിന്നിൽ അതിന് പിന്നിൽ ഒരേ ഒരു സ്ത്രീയുടെ കരങ്ങളാണ്. അതാണ് എന്റെ ഭാര്യ വിദ്യ. വിദ്യ അനുവദിക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. താങ്ക് യു. പ്രേമപൂർണമായ ജീവിതം ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ നീ ജീവിതം തന്നെ പ്രേമമാക്കി മാറ്റി. Well said, well said. Wow. Thank you very much. Very good, sir. അല്ല സർ, മാഡം നിങ്ങൾ എവിടെ പോവാ? അത് മായ ഒരുപാട് താമസിച്ചു പോയി. കുട്ടികൾ വീട്ടിൽ തനിച്ചാണ്. നോ സർ. മായ പ്ലീസ്, നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. പിന്നെ നാളെ സൺഡേ ആണല്ലോ, അത്ര തിരക്കൊന്നുമില്ലോ. ഓക്കെ ബൈ സർ. ഹാപ്പി ബർത്ത്ഡേ. ബൈ. ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ, ഇൻസ്പെക്ടർ കദം, അവതാർ നഗർ പോലീസ് സ്റ്റേഷൻ. ഇൻസ്പെക്ടർ, ഞങ്ങളെ രക്ഷിക്കണം. ആരാണ് നിങ്ങൾ? എവിടുന്ന വിളിക്കുന്നത്? ഞാൻ മുള്ളന്റെ നാക്കിൽ നിന്ന് സംസാരിക്കുന്നത്. കുറെ ഗുണ്ടകൾ എന്റെ ഭാര്യയെ ആക്രമിക്കുന്നു. പ്ലീസ് ഹെൽപ്പ് us. ഹലോ ഹലോ ഹലോ, പവാർ, പാട്ടിൽ, വാ, വേഗം വാ, ജീപ്പ് എടുക്ക്, കമാ. വാ.
ആ കാംബ്ലേ, നോക്ക്, ഇപ്പോഴും മിസ്റ്റർ പാണ്ഡെക്ക് ബോധം വീണിട്ടില്ല. ബോധം വീണാലൂടെ ഞാൻ അയാളുടെ മൊഴി എടുക്കാം. ഇല്ലില്ല, ഞാൻ റിപ്പോർട്ട് ചെയ്യാം അവിടെ ചെന്നിട്ട്. ഓക്കെ. എക്സ്ക്യൂസ് മീ, ഇൻസ്പെക്ടർ കദം, ഹാ, എന്നെ ഫോൺ ചെയ്ത് വിളിച്ചിരുന്നോ? റൈറ്റ്. നിങ്ങൾ മിസ് മായ ബൻസോടെ? പക്ഷെ കാര്യം എന്താണ്? നോക്കൂ മിസ് മായ, എനിക്ക് നിങ്ങളുടെ നമ്പർ ഈ മൊബൈൽ ഫോണിലാണ് കിട്ടിയത്. രാഹുൽ, ഇതെന്റെ ബോസ് സമീറിന്റെ മൊബൈലാണ്, സമീർ പാണ്ഡെയുടെ. നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? നോക്കൂ മിസ്റ്റർ സമീറിനെ ഞാൻ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്തായി പറയുന്നത്? കുറച്ച് സമയം മുമ്പ് ഞങ്ങളെല്ലാം പാർട്ടി സ്ഥലത്തുണ്ടായിരുന്നു. അവർ ഇടയ്ക്ക് വെച്ച് വീട്ടിൽ പോയി, അപ്പോഴാണ് നിങ്ങളുടെ ഫോൺ വന്നത്. ഞാൻ ഓടി വന്നതാണ്. അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായോ? ഇല്ല, എനിക്കിപ്പോ ഇത്രേ പറയാൻ കഴിയൂ. അവരെ വഴിയിൽ വെച്ച് ആരോ കൊള്ളയടിക്കാൻ ശ്രമിച്ചു, പിന്നെ പരിക്കേറ്റു. ഇപ്പൊ എങ്ങനെയുണ്ട്? അതെനിക്ക് അറിഞ്ഞൂടാ, ഡോക്ടർക്ക് പറയാനാവും. നോക്കൂ, അദ്ദേഹത്തോടൊപ്പം ഭാര്യയും ഉണ്ടായിരുന്നു, മിസ്സിസ് പാണ്ഡെ. അവരെവിടെ? ഐ ആം സോറി ടു സേ ദിസ് മായ, മിസ്സസ് പാണ്ഡെ അപ്പോൾ തന്നെ മരിച്ചിരുന്നു. ഇൻസ്പെക്ടർ, മിസ്റ്റർ പാണ്ഡെ ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ നൗ. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞിട്ടില്ല. അപ്പോൾ ഡോക്ടർ, അപ്പോൾ അദ്ദേഹത്തിന്റെ മൊഴി രാത്രിയിലും എടുക്കാനാവില്ല? അത് സാധിക്കില്ല. മൊഴി എടുക്കുന്നത് ഇനി രാവിലെ സാധിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇൻസ്പെക്ടർ, പ്ലീസ്, നിങ്ങൾ മിസ്റ്റർ പാണ്ഡെയോട് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയെന്ന് പറയരുത്. ദയവായി പറയരുത്. എന്താ കാര്യം? ഇൻസ്പെക്ടർ സർ, നിങ്ങൾക്ക് അറിയില്ല, ഓഫീസിലുള്ളവർക്ക് മുഴുവനും അറിയാം. മിസ്റ്റർ ആൻഡ് മിസ്സിസ് പാണ്ഡെ പരസ്പരം അത്രമാത്രം സ്നേഹിക്കുന്നു. അവർ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നോ. പിന്നെ അവരുടെ 2 കൊച്ചു കുഞ്ഞുങ്ങളുമുണ്ട്. അവർക്ക് അവരുടെ പപ്പയെങ്കിലും നഷ്ടപ്പെടരുത്. പ്ലീസ് പ്ലീസ്, അദ്ദേഹത്തോട് ഭാര്യയെ കുറിച്ച് ഒന്നും പറയരുത്. പ്ലീസ് ഇൻസ്പെക്ടർ. വെരി സാഡ്. പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് മോർച്ചറിയിൽ വരണം. മോർച്ചറിയിലോ? അവിടെ എന്താണ്? മിസ്സസ് പാണ്ഡെയുടെ ശരീരം തിരിച്ചറിയുന്നതിന്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? കുറച്ചു മുമ്പാണ് ഞാൻ അവരെ ജീവനോടെ കണ്ടത്. ഇപ്പൊ ഞാൻ അവരുടെ ശവശരീരം കാണണോ? വയ്യ, എനിക്ക് വയ്യ, നോക്കൂ, എനിക്ക് വയ്യ. നോക്കൂ, ഇത് അത്യാവശ്യമായി ചെയ്യേണ്ട ഒന്നാണ്. ഐ കാൻ ഡു ഇറ്റ്. പ്ലീസ് പ്ലീസ് കം. വരൂ, വരൂ പ്ലീസ്. നോക്കൂ മിസ് മായ. വേണ്ട, ഞാൻ നോക്കാം. കൺട്രോൾ മിസ് മായ, കൺട്രോൾ. ഇല്ല. കരയരുത്, കരയരുതെന്ന്. പപ്പയും കരയണ്ട. മക്കളെ, നിങ്ങളുടെ അമ്മ പോയില്ലേ? വളരെ ദൂരെ. ഐ പ്രോമിസ് യു,
ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും മമ്മിയുടെയും പപ്പയുടെയും സ്നേഹം മുഴുവൻ നൽകും. ഐ പ്രോമിസ് യു. കരയരുത്. നമസ്തേ സാർ. നമസ്തേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സർ. ഗുഡ് മോർണിംഗ്. മൈ കം ഇൻ സർ. യെസ്, കമ്മിങ്. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. സഞ്ജയ്, ഇത് മിസ്സസ് പാണ്ഡെയുടെ ഫയലാണ്. അവരുടെ മരണശേഷം മിസ്റ്റർ പാണ്ഡെ തന്നതാണ്. ഹീസ് അവർ വെരി ഗുഡ് ഫ്രണ്ട്. ഇത് എത്രയും വേഗം ക്ലോസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ഫയൽ നിങ്ങൾ കൊണ്ടുപോയി ഇതിന്റെ കൂടെ നിങ്ങളുടെ റിപ്പോർട്ടും എഴുതി ചേർക്കൂ. പിന്നെ കഴിയുന്നത്ര വേഗത്തിൽ ഈ കേസ് ഡിസ്പോസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സർ, ലെറ്റ് മീ ട്രൈ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ. Shit. Damn. Mrs. Pandey. ആരാണെന്ന് ചോദിച്ചത്? Mr. Menon, please come. May I come, sir? Mr. Menon. ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല. പ്ലീസ് ഗിവ് സം ഹെൽപ്പ്. ശരി. Who's that lady? ആരോട് നിൽക്കുന്നുണ്ടായിരുന്നു? സർ, എവരിത്തിങ് ഈസ് ഓൾ റൈറ്റ്. ഇതിനൊരു പ്രശ്നമില്ലല്ലോ. Okay, you may go. ഓക്കെ സർ.
എന്തു പറ്റി സാർ? അയ്യോ അയ്യോ എന്ത് സംഭവിച്ചു? അയ്യോ അയ്യോ ആരെങ്കിലും പറഞ്ഞേ? സാർ, സാർ, എന്ത് പറ്റി? സാർ, 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 എന്ത് പറ്റി? പറയൂ സാർ. സാർ, അയ്യോ ആരെങ്കിലും പറഞ്ഞേ? അയ്യോ അയ്യോ വരൂ മിസ്റ്റർ സഞ്ജയ്, ഇരിക്കും. താങ്ക് യു സർ. നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. എവരിതിങ് ഈസ് ഓൾ റൈറ്റ്. പക്ഷേ ഡോക്ടർ, എന്റെ കൈ അനങ്ങുന്നില്ലായിരുന്നു. ആരോ എന്റെ കൈ പിടിക്കുന്ന പോലെ. ഒന്നും പേടിക്കണ്ട. എന്തോ ഒരു ക്ഷീണം തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയിരുന്ന് വിശ്രമിക്കൂ. ഞാൻ കുറച്ച് വൈറ്റമിൻ ഗുളി എഴുതി തരാം. ഇത് കഴിക്കുമ്പോ എല്ലാം നേരെയാവും. ഇത് താങ്ക് യു ഡോക്ടർ. മിസ്സസ് പാണ്ഡെ, ഇതെങ്ങനെ ഇവിടെ വന്നു? അമ്മേ, അമ്മേ, വരുന്നു മോനെ. എന്തു പറ്റി? അമ്മ ഈ ഫയൽ എങ്ങനെ ഇവിടെ വന്നു? എനിക്ക് എങ്ങനെ അറിയാം? ആ അതെ, നിന്റെ ഓഫീസിലെ പ്യൂണ് വന്നിരുന്നല്ലോ. നിനക്ക് സുഖമില്ലെന്ന് അയാള് പറഞ്ഞു. ഓ ഒന്നുമില്ല അമ്മേ, എന്റെ കൈ ഒന്ന് ഉളുക്കിയതാ. ഇപ്പൊ ശരിയായി. പിന്നെ ഡോക്ടറെ അപ്പൊ വിളിച്ച് കാണിച്ചു. നീ സത്യമാണല്ലോ പറയുന്നത്. എന്റെ അമ്മ, ഞാൻ സത്യമാ പറയുന്നത്. അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് ഞാൻ നിൽക്കുകയല്ലേ. പ്ലീസ് അമ്മേ, എനിക്ക് ഭയങ്കര വിശപ്പ്. വല്ലം താമേ. ആ ശരി ശരി. Yes. Okay. നിങ്ങൾക്ക് ഈ ഫയലിലെ രേഖകളിൽ ഒപ്പുവെക്കാൻ സാധ്യമല്ല. ആരാ നിങ്ങൾ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളോട് സത്യം പറയാനാണ് വന്നത്. നിങ്ങൾ ഈ രേഖകളിൽ ഒപ്പുവെക്കരുത്. എന്താ പോച്ചാൽ? എന്നെ തടയ നീ ആരാണ്? നിങ്ങളൊരു സത്യസന്ധനായ നീതിമാനായ ഓഫീസറാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഫയലിൽ ഒപ്പുവെക്കുന്നത്. ഇതിന്റെ അവകാശികൾ ഇത് ഞാൻ കൊടുത്തിരിക്കും. മിസ്സസ് വിദ്യാ പാണ്ഡെയെ ആരോ കൊലപ്പെടുത്തിയതാണെന്ന് എന്താ നിങ്ങൾക്കറിയില്ലേ? അറിയാം. അതുകൊണ്ട് സമീർ പാണ്ഡെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും. വിദ്യാ പാണ്ഡെ ആരാണ് കൊന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതാരോ ആവട്ടെ, പക്ഷെ നീ ആരാണെന്ന് പറയോ? ഞാനോ? ഞാനാണ് വിദ്യാ പാണ്ഡെ. എനിക്ക് മാത്രമേ അറിയാവൂ എന്റെ കൊലപാതകി ആരെന്ന്. അപ്പോ നിങ്ങളെന്ന്? ആ,
ഞാൻ മരിച്ചു കഴിഞ്ഞു. എന്റെ ശരീരം കത്തിച്ചു കഴിഞ്ഞു. പക്ഷെ ആത്മാവിനെ ആർക്കും കത്തിക്കാനാവില്ല. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെ ഒരിക്കലും ഞാൻ ഉപദ്രവിക്കുകയില്ല. എന്റെ പ്രതികാരം, എന്റെ യുദ്ധം നിങ്ങളോടല്ല, മറിച്ച് അവരോടാണ്, എന്നെ കൊലപ്പെടുത്തിയവരോട്. ഈ സത്യം മറ്റാർക്കും അറിയില്ല. ആരാണ് എന്നെ കൊലപ്പെടുത്തിയതെന്ന്, എങ്ങനെയാണ് കൊന്നതെന്ന്. ആ രാത്രി ഞങ്ങൾ സമീറിന്റെ ബർത്ത്ഡേ പാർട്ടിയും കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാൻ. അയ്യോ, എന്താ കാണിക്കുന്നേ? എന്താ? എന്തായത്? എനിക്ക് 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 അയ്യോ, ഇദ്ദേഹത്തെ അടിക്കല്ലേ, അടിക്കല്ലേ, അടിക്കല്ലേ. അയ്യോ, നിങ്ങൾ ഇദ്ദേഹത്തെ അടിക്കല്ലേ. എണീക്കുന്നേ, എനിക്ക് എന്താ പറ്റിയത്? നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഞാൻ നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ എന്ത് ചെയ്തിട്ട് എങ്ങനെ അടിക്കുന്നത്? ഞങ്ങളെ രക്ഷിക്കണം. അടിക്കരുത്, ഇദ്ദേഹത്തെ അടിക്കരുത്. എനിക്ക് എനിക്ക് എന്ത് പറ്റി? സോറി ഡാർലിംഗ്, ഇവർക്ക് നിന്നോട് ദയ കാണിക്കാനാവില്ല. ആ, ഒരുപാട് പൈസ ഞാൻ ചെലവാക്കിയതാ. എന്നെ ഒന്ന് അടിച്ചു മുറിവേൽപ്പിക്കാനും നിന്നെ കൊന്നുകളയാനും. സോറി, യു ഹാവ് ടു ഡൈ. സമീർ, ഇതെല്ലാം നിങ്ങളാ ചെയ്യിച്ചേ? ആ, അതെ. ഏതു പ്രവൃത്തി ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. എനിക്ക് നിന്റെ ജീവനേക്കാൾ വലുത് 16 കോടി രൂപയാണ്. ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്ന 16 കോടി. ദാറ്റ് മീൻസ് നിങ്ങൾ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നല്ലേ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു അഭിനയിക്കുകയായിരുന്നു. എന്താ നീ ഞാൻ നിന്നെ സ്നേഹിക്കുകയാണെന്നാണോ കരുതിയത്? സമീർ പാണ്ഡെ എന്നും തന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ആരെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് സത്യം. കൊന്നുകളെ ഇവിടെ. നിക്കവിടെ നിക്കാൻ. എന്നെ കൊല്ലല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ കൊല്ലല്ലേ. അയ്യോ, എന്നെ കൊല്ലല്ലേ.
മായ, ആ, നമ്മുടെ ജോലി കഴിഞ്ഞു. ഇവളെ എടുത്ത് കാറിന്റെ അരികിലേക്ക് കൊണ്ടിട. ഇതാണ് സത്യം. ഇതാണ് അവിടെ നടന്നത്. സമീർ എന്റെ സ്നേഹത്തെയും വിശ്വാസത്തെയും തകർത്തെന്നെ കൊലപ്പെടുത്തി. അയാൾക്ക് പൈസ മാത്രം മതി. പിന്നെ നിങ്ങൾക്കറിയാമോ, ഇൻഷുറൻസിന്റെ 16 കോടി കിട്ടിയതിനു ശേഷം അയാൾ മായയെ കല്യാണം കഴിക്കും. എന്റെ കുഞ്ഞുങ്ങൾക്ക് അവൾ രണ്ടാനമ്മയായി വരും. എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം? പൈസ കിട്ടിക്കഴിഞ്ഞാൽ സമീറും മായയും കൂടി തീർച്ചയായും അവരെ കൊന്നുകളയും. നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാവും. പ്ലീസ്, നിങ്ങൾ സഹായിക്കില്ലേ? പ്ലീസ്, എന്നെ സഹായിക്കണം. എന്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കണം പ്ലീസ്. എനിക്ക് നീതി കിട്ടാൻ എന്നെ സഹായിക്കണം. എനിക്കറിയാം താങ്കൾക്ക് എന്നെ സഹായിക്കാനാകും. പ്ലീസ് പ്ലീസ്. ആ വിദ്യ, ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് നീതി തീർച്ചയായും ലഭിക്കും. അതെന്റെ കടമയാണ്, എന്റെ ധർമ്മമാണ്, എന്റെ ഡ്യൂട്ടിയുമാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് മിസ്റ്റർ സഞ്ജയ്? ഞാൻ ഈ കേസ് വളരെ നന്നായി അന്വേഷിച്ചതാണ്. അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച പകുതി തെളിവുകളിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായ സംഗതി എന്താണെന്നോ, ആ കൊലയാളികൾ തന്നെയാണ് മിസ്സിസ് പാണ്ഡെയെ കൊല ചെയ്തതും സമീർ പാണ്ഡെയെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചതും രക്ഷപ്പെട്ടതും. ഇൻസ്പെക്ടർ സാർ, ഇതൊരു വശം മാത്രം. ഈ സംഭവം മറ്റൊരു രീതിയിലും ആയിക്കൂടെ? മറ്റെന്ത് രീതി? എന്താ പറയൂ. ഈ സംഭവം ഒരു ഗൂഢാലോചന ആയിക്കൂടെ? ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കപ്പെട്ട ഗൂഢാലോചന. എന്നാ പിന്നെ നിങ്ങൾ ഇതുകൂടി പറയൂ. ഗൂഢാലോചന നടത്തിയത് ആരാണ്? പിന്നെ അവരുടെ ഉദ്ദേശം എന്താണ്? ഇൻസ്പെക്ടർ സാർ, ഒരുപക്ഷെ താങ്കൾ ഒന്നുകൂടി ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് സമീർ പാണ്ഡെയുമാകാം. അപ്പോ അതിന്റെ ഉദ്ദേശമോ? ഇൻഷുറൻസിന്റെ 16 കോടി രൂപ. ഓഹോ ഹോ ഹോ, നിങ്ങൾ എന്താണ് ഇത്ര വളച്ചുകെട്ടി പറയുന്നത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം നിങ്ങൾക്ക് ഇൻഷുറൻസിന്റെ 16 കോടി രൂപ കൊടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് സത്യസന്ധനും മാന്യനും സ്നേഹസമ്പന്നനുമായ ഒരാളെ കള്ളൻ മാത്രമല്ല കൊലപാതകയുമാക്കി. അതും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ. അവരെയാണ് അദ്ദേഹം ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നതും. മിസ്റ്റർ സഞ്ജയ്, മിസ്റ്റർ സമീർ പാണ്ഡെ ആരാണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ശരി, എന്നാൽ എന്റെ കൂടെ വരൂ. ഇനി പറയൂ മിസ്റ്റർ സഞ്ജയ്, സ്വന്തം കുഞ്ഞുങ്ങളെ ഇങ്ങനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ 16 കോടി രൂപയ്ക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ അമ്മയെ കൊല്ലുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇൻഷുറൻസുകാർക്ക് മാത്രമേ ആലോചിക്കാനാവൂ. ഇത് ക്ലെയിം കൊടുക്കാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഒരു കാര്യം മറക്കണ്ട, നിങ്ങൾ പോലീസിനെ വഴിതെറ്റിക്കാനാണ് ശ്രമിക്കുന്നത് മിസ്റ്റർ സഞ്ജയ്. അണ്ടർസ്റ്റാൻഡ്? വിദ്യ, ഞാനെല്ലാം നേരിട്ട് കണ്ടതാണ്. സമീർ തന്റെ കുഞ്ഞുങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. ഇതെല്ലാം കാണുമ്പോൾ പോലീസ് പിന്നെ സമീർ പാണ്ഡ്യയെ കുറ്റവാളിയാണെന്ന് എങ്ങനെ സംശയിക്കും? അവർ സമീർ പാണ്ഡ്യയെ സത്യസന്ധനും നല്ലവനുമാണെന്നാണ് കരുതുന്നത്. അവർ പിന്നെ ഇതൊന്നും അംഗീകരിക്കാൻ ഒരിക്കലും തയ്യാറാവില്ല. സമീർ പാണ്ഡെ ഇൻഷുറൻസിന്റെ 16 കോടി രൂപയ്ക്ക് വേണ്ടി നിങ്ങളെ കൊലപ്പെടുത്തിയെന്ന്. അയാൾ ഞാൻ പറയുന്ന ഒന്നും തന്നെ വിശ്വസിക്കുന്നില്ല. അയാൾ നമ്മളെ സഹായിക്കാനും തയ്യാറല്ല. ഇത് ബുദ്ധിപൂർവമായ ഗൂഢാലോചനയാണ്. വലിയ വലിയ ആൾക്കാരാണ് ഇതിന്റെ പിന്നിൽ. താങ്കളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ സംഭവത്തിൽ കൊലപാതകയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു.
അയാളുടെ ഭാര്യ മരിച്ചും പോയി. അപ്പോ ഇതിൽ ആർക്കും സംശയം തോന്നില്ലല്ലോ. അതുകൊണ്ട് പോലീസിനും സംശയം തോന്നില്ല. നിങ്ങൾക്കും സംശയം ഉണ്ടായിരുന്നില്ലല്ലോ. ഒരുപക്ഷെ ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഇതിനകം ക്ലെയിമിന്റെ പൈസ അയാൾക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞേനെ. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇതേ രീതിയിൽ അവരെയും കൊല്ലുകയല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ മാത്രമേ ആ പാപത്തിന് ശിക്ഷയാകുന്നുള്ളൂ. വിഡ്ഢികളുടെ ലോകം. ഒന്നും മനസ്സിലായില്ല. ഞാനത്ര സ്മാർട്ടാണ്. എത്ര അനായാസമായിട്ടാണ് എനിക്ക് 16 കോടി രൂപ ലഭിച്ചത്. മിസ്റ്റർ സമീർ പാണ്ഡെ, യാ. സഞ്ജയ് ശർമ്മ ഫ്രം ഇൻഷുറൻസ്. ഓ, ഐ സി. പ്ലീസ് കം. സമീർ സാർ, എനിക്ക് പാരിക് സാർ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ ക്ലെയിമിന്റെ കേസ് എത്രയും വേഗം തന്നെ സോൾവ് ചെയ്തു തരണമെന്ന്. ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യം നിങ്ങളെ ഒന്ന് കാണാമെന്ന്. സഞ്ജയ് സാർ, താങ്ക്സ്. സമീർ സാർ, നിങ്ങളുടെ എൻക്വയറി എല്ലാം തന്നെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. എന്നാലും ഒന്നുകൂടി എന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി എനിക്കൊരു ഇൻഫർമേഷന് വേണ്ടി നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ 16 കോടി രൂപയുടെ തന്നെ ഇൻഷുറൻസ് എന്തുകൊണ്ടാണ് മിസ്സസ് വിദ്യയ്ക്ക് വേണ്ടി എടുത്തത്? സഞ്ജയ്, എനിക്കിതൊക്കെ ഓർമ്മിക്കുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങളോടത് പറഞ്ഞില്ലേ മതിയാകൂ. അവൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരുപക്ഷെ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നതിലും എത്രയോ അധികം. ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നെ. അവൾ കഴിഞ്ഞ വർഷം എനിക്ക് വേണ്ടി 1 കോടിയുടെ ഭീമ എടുത്തു. അപ്പോ ഞാനും വിചാരിച്ചു എന്തെങ്കിലും ചെയ്യണമെന്ന്. 16 കോടിയുടെ ഭീമ അവൾക്ക് വേണ്ടി എടുത്തു. അത് ശരി. പക്ഷെ ഞാൻ ഒരിക്കലും കരുതിയില്ല ഈ ഇൻഷുറൻസ് പോളിസി എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കാൻ കാരണമാകും. സമീർ സാർ, ജീവിതം നാമൊക്കെ വിചാരിക്കും പോലെ ഒന്നുമല്ലല്ലോ. ഒരു പകുതിയിൽ ജീവിതം സുഖവും മറ്റേ പകുതിയിൽ ദുഃഖവും ഉണ്ടാകും. താങ്കൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിഹിതം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. താങ്ക്സ് സഞ്ജയ്. താങ്ക് യു. ഇൻട്രസ്റ്റിംഗ്. എക്സ്ക്യൂസ് മീ, ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ലല്ലോ. സഞ്ജയ്. മായ. മായ, ഞാൻ ഇൻഷുറൻസ് ഓഫീസിൽ നിന്നാണ് വരുന്നത്. ബൈ ദ വേ മായ, ഞാൻ മിസ്റ്റർ സമീർ പാണ്ഡ്യയുടെ 16 കോടിയുടെ ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ടാണ് വന്നത്. മിസ് മായ, ഞാനൊരു ഫോർമൽ എൻക്വയറിക്ക് വേണ്ടി വന്നതാണ്. എൻക്വയറി? മിസ് മായ, വിദ്യാ പാണ്ഡെ കൊല്ലപ്പെട്ട രാത്രിയിൽ മിസ്റ്റർ സമീർ പാണ്ഡെ പോലീസിന് ഫോൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഫോൺ ചെയ്തു. എന്തായിരുന്നു അദ്ദേഹം നിങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം ഫോൺ ചെയ്തിരുന്നു, പക്ഷേ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഹലോ ഹലോ എന്ന് പറഞ്ഞു, പിന്നെ ഫോൺ കട്ടായി. അത് ശരി, ഹലോ എന്ന് മാത്രം. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. സോറി ടു ഡിസ്റ്റർബ് യു. ഇറ്റ്സ് ഓക്കേ. ബൈ ബൈ. ബൈ. മായ, ഒരു കാര്യം ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ അപ്പോൾ കട്ടാകുകയോ ഡിസ്കണക്ട് ആകുകയോ ചെയ്തപ്പോ ഡ്യൂറേഷൻ 2 മിനിറ്റ് എങ്ങനെയായി? അത് ജസ്റ്റ് എ തോട്ട്. ബൈ. ബൈ.
ഇങ്ങോട്ടൊന്നിനാ നീ വരാൻ പറഞ്ഞേ? ആ ഇൻഷുറൻസ് ഓഫീസർ സഞ്ജയ് എന്റെ വീട്ടിൽ വന്നിരുന്നു. അന്ന് നിങ്ങൾ എന്നെ ഫോണിൽ വിളിച്ചില്ലേ, അതിനെക്കുറിച്ച് അയാൾ എന്നോട് ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു നിങ്ങൾ 1-2 തവണ ഹലോ ഹലോ എന്ന് പറഞ്ഞു, പിന്നെ ഫോൺ കട്ടായെന്ന്. അതിനെന്തിനാ ഇത്ര പരിഭ്രമിക്കാൻ? അപ്പൊ നിങ്ങൾ എന്തിനാ എനിക്ക് ഫോൺ ചെയ്തത്? ചേടാ, ഞാനപ്പോ നിനക്ക് ഫോൺ ചെയ്തെന്ന് വെച്ച് ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം എനിക്കല്ല, നിങ്ങൾക്കാ ഉണ്ടാകാൻ പോകുന്നേ. സില്ലി മായ, എനിക്കെന്ത് പ്രശ്നം ഉണ്ടാകാനാ? എന്റെ 16 കോടിയുടെ ക്ലെയിം ഒന്ന് സെറ്റിൽ ആയിക്കോട്ടെ, എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി അവസാനിച്ചുള്ളൂ. പക്ഷേ എനിക്ക് ചിലപ്പോ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കാര്യം ചെയ്യാം, അവർക്കും കൂടി ഇൻഷുറൻസ് എടുക്കാം. എന്താ? ഞാൻ പറഞ്ഞത് വെറുതെ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ അവരുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, എന്നാ ഞാൻ പോട്ടെ. ഓക്കെ, ബൈ. ബൈ. എന്തു പറ്റി സഞ്ജയ്? വിദ്യ, ക്ലെയിം ഞാൻ തടഞ്ഞു വെക്കണമെങ്കിൽ ശരിക്കുള്ള കൊലയാളെ കണ്ടെത്തണം. അതിനിതുവരെ കഴിഞ്ഞിട്ടില്ല. ശരിയായ കൊലയാളിയെ എനിക്കും സമീറിനും അല്ലാതെ മറ്റാർക്കും അറിയില്ല. എന്റെ കൂടെ വരൂ. മിസ്സസ് വിദ്യ, മിസ്സസ് വിദ്യ, ഈ കമ്പ്യൂട്ടറിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ലഭിക്കും. ഇതാണ് ലക്ഷ്മൺ നായിക്. ഇതൊരു കൊലയാളി. മുന്നോട്ട് പോകൂ. ഇത് മറ്റൊരു കൊലയാളി, പ്രവീൺ മേത്ത. ഇനി എന്താ ചെയ്യണ്ടേ? ഇവരെങ്ങനെ പിടികൂടും? നാം ഇവരെ പിടിക്കേണ്ട ഒരാവശ്യവുമില്ല. അവർ തന്നെ സ്വയം നമ്മുടെ അടുത്ത് എത്തിക്കൊള്ളും. ഹലോ, സമീർ സാർ. ഞാനാണ്. നിങ്ങളാരാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കൊള്ളൂ, എനിക്ക് ആ സംഭവത്തെ കുറിച്ച് എല്ലാം അറിയാം. ഏത് സംഭവത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് പരിക്കേറ്റ ആ സംഭവത്തെ കുറിച്ച്. അതിൽ നിങ്ങളുടെ ഭാര്യ കൊല്ലപ്പെടുകയും ചെയ്തല്ലോ. ഞാൻ യഥാർത്ഥത്തിലുള്ള കൊലയാളികളെയും കണ്ടു. പിന്നെ എനിക്ക് ആ സംഭവത്തെ കുറിച്ചുള്ള എല്ലാ യാഥാർത്ഥ്യവും അറിയാം. എന്ത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ പറയാം. 16 കോടിയിൽ എന്റെ വിഹിതം. എന്നാ കേട്ടോ, നീ ആരായിരുന്നാലും ഒരു കാര്യം നല്ലതുപോലെ മനസ്സിലാക്കിയോ, നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. Now I think it is clear to you. ശരി, ഞാനിപ്പോ തന്നെ ആ സംഭവം നടന്ന സ്ഥലത്ത് എത്തിച്ചേരും. നിങ്ങൾ അവിടെ വന്നാലും കൊള്ളാം, വന്നില്ലെങ്കിലും കൊള്ളാം. ഹലോ ഹലോ,
മുന്ന സമീർ സാർ, എന്താ ഇത്? ഇതുവരെ ഞങ്ങൾക്ക് ആ സാധനം കിട്ടിയില്ലല്ലോ. അതിനാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഫോൺ ചെയ്തത്. പിന്നെ അതുപോലെ ഒരു ജോലി കൂടി ചെയ്തു തീർക്കാനുണ്ട്. പ്രതിഫലം രണ്ടിന്റെയും കൂടി ഒരുമിച്ച് തരാം. ഓക്കെ? ആരാ? ആരാണിത്? നിങ്ങൾ ഞാനാ. ഞാനന്ന് മരിച്ചു കിടന്നപ്പോ നിങ്ങളൊക്കെ സന്തോഷിച്ചില്ലേ? ഇനി നീ കണ്ടോ നിനക്കെന്താ സംഭവിക്കാൻ പോകുന്നേന്ന്. സമീർ, 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 വണ്ടി നിർത്തൂ സമീർ, സമീർ, സമീർ. നിങ്ങളാണോ എന്നെ വിളിച്ചത്? സഞ്ജയ്, നിങ്ങളാണോ ഫോൺ ചെയ്തത്? നിങ്ങളുടെ ഊഹം ശരിയാണ് സമീർ പാണ്ഡെ. ഞാനാണ് ആ ഫോൺ ചെയ്തത്. ആ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്കെതിരായി കൊലയാളികളെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. പിന്നെ നിങ്ങളുടെ ക്ലെയിമിന്റെ കേസും എന്റെ കയ്യിലുണ്ട്. അങ്ങനെ എല്ലാ തെളിവുകളും പോലീസിൽ ഏൽപ്പിച്ചാൽ... നോ 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 നോ, നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല സഞ്ജയ്. അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ ചെയ്യാൻ ഞാൻ അനുവദിക്കാനും പോകുന്നില്ല. അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ് മിസ്റ്റർ സമീർ പാണ്ഡെ. എനിക്കങ്ങനെ ഒരു തെറ്റിദ്ധാരണയില്ല സഞ്ജയ്. അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്കാണ് ഉണ്ടായത്. യു ആർ ട്രാപ്ഡ് ബിക്കോസ് യു അണ്ടർ എസ്റ്റിമേറ്റഡ് സമീർ പാണ്ഡെ. അല്ലെങ്കിലും സഞ്ജയ്, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും
അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ലോ. സംഭവിക്കുവാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ സംഭവത്തെക്കുറിച്ച് അറിയാവുന്നതിനാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ എന്ത് ചെയ്യാം? നിങ്ങൾ അതുകൊണ്ട് മരിച്ചേ മതിയാകൂ. യു ഹാവ് ടു ഡൈ. എന്തൊരതിശയമാണല്ലേ സഞ്ജയ്? ഇതാ സ്ഥലം തന്നെയാണ്. വിദ്യയെ ഞാൻ ഇവിടെ വെച്ചാണ് സ്വർഗത്തിലേക്ക് അയച്ചത്. ഇന്ന് നിങ്ങളും മരിക്കാൻ പോകുന്നു. ആ പിന്നെ കൊലയാളികളും ഇവര് തന്നെയാണ്. മനസ്സിലായോ? സമീർ, 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 മായ, സമീർ, മായ, മായ. സമീർ, സമീർ, ഞാൻ എന്ത് അവരെ പറ്റി? കണ്ടു സമീർ. നീ ഇവിടെ? ഞാൻ അവരെ കണ്ടു ആരെ? വിദ്യ, അവരെ കണ്ടു ഞാൻ. ഭ്രാന്ത് പിടിച്ചു നിനക്ക്? അല്ല സമീർ, ഞാൻ സത്യമാണ് പറയുന്നത്. മായ, മായ പ്ലീസ്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. മായ, ഞാൻ പറയുന്നത് കേക്ക്. വിദ്യ മരിച്ചു കഴിഞ്ഞില്ലേ? മരിച്ചവരെങ്ങനെ തിരിച്ചു വരുന്നത്? ഇതെല്ലാം ഈ സഞ്ജയ് ഒരുക്കിയ കെണികളാണ്. പക്ഷേ നീ പേടിക്കണ്ട. ഇന്ന് അവന്റെ എല്ലാ തന്ത്രങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. നിനക്കൊരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത സ്ഥലത്തേക്ക് നിന്നെ അയക്കാൻ ഞാൻ പോവുകയാണ് സഞ്ജയ്. കൊല്ലുവനെ. എന്താ നോക്കി നിൽക്കുന്ന? കൊല്ലവനെ. എന്താ? കൊല്ലവനെ. സമീർ, വിദ്യ, വിദ്യ. നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ സമീർ, നല്ലതുപോലെ സൂക്ഷിച്ചു നോക്കൂ. വിദ്യ പ്ലീസ്. വിദ്യ, നിങ്ങളുടെ വിദ്യ. എത്ര വലിയ ചതിയാണ് നിങ്ങൾ എന്നോട് ചെയ്തത്. നിങ്ങൾ എത്ര വലിയ സൂത്രശാലിയാണ്. നിങ്ങൾക്ക് എന്തിന്റെ കുറവായിരുന്നു സമീർ? സുന്ദരമായൊരു വീട്, 2 ഓമന കുഞ്ഞുങ്ങൾ, പതിവൃതയായൊരു ഭാര്യ. എന്നിട്ട് 16 കോടി രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ 16 കോടി രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞില്ലേ? നിങ്ങൾ തന്നെ പറയൂ, ഞാൻ നിങ്ങളെ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ശിക്ഷയാണ് നിങ്ങൾക്ക് നൽകേണ്ടത്? പറയൂ. വിദ്യ, വിദ്യ, വിദ്യ പ്ലീസ്, പ്ലീസ് വിദ്യ, വിദ്യ, വിദ്യ. തെറ്റുപറ്റിപ്പോയി വിദ്യ. നിങ്ങൾക്കൊന്നും തന്നെ പറയാനില്ല അല്ലേ? പിന്നെ നീ മായ, എന്തൊരു സ്ത്രീയാണ് നീ. ആഡംബരങ്ങളുള്ള ആരുടെയോ വീട് നീ എങ്ങനെ സ്വന്തമാക്കി വെച്ചു? നീ എന്താ കരുതിയത്? നീ സമീറിനെയും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുമെന്നാണോ? ഇല്ല മായേ,
നിനക്കതിനൊരിക്കലും കഴിയില്ല. നീ എന്തുകൊണ്ട് അങ്ങനെ കരുതി? നിനക്ക് സമീറിന്റെ കൂടെ ജീവിക്കാനാവുമെന്ന്? നിങ്ങൾ രണ്ടും എന്നെ ഏത് തരത്തിലാണോ കൊലപ്പെടുത്തിയത്, അതുപോലെ തന്നെ നിങ്ങളും കൊല്ലപ്പെടണം. നിങ്ങൾ ഈ സഞ്ജയനെയും കൊല്ലാൻ പോവാണല്ലേ? ശരിയല്ലേ? ഇനി നിങ്ങൾക്ക് മനസ്സിലാകും ജീവൻ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്. വിദ്യ, വിദ്യ, അരുത് വിദ്യ, വിദ്യ. നിങ്ങളുടെ അന്നത്തെ സന്തോഷം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാൻ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷമായിരുന്നു. ഇന്ന് എന്റെ ഊഴമാണ്. ഇന്ന് ഞാൻ സന്തോഷിക്കും. ഇവർ രണ്ടും എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് എന്നും കടപ്പെട്ടിരിക്കും. നിങ്ങൾ കാരണമാണ് എന്റെ ഘാതകന്മാരെ എനിക്ക് ലക്ഷ്യത്തിലെത്തിക്കാനായത്. എനിക്ക് നിങ്ങളോട് മാത്രമല്ല, രാജ്യത്തെ ഓരോ ഇൻഷുറൻസ് ഓഫീസറോടും ഒരു എളിയ അപേക്ഷയുണ്ട്. പെട്ടെന്ന് സംഭവിച്ച മരണത്തിന്റെ കേസുകളിൽ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വിദ്യാപാണ്ഡെയുടെ കഥ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് വിദ്യ. ഞാൻ ദാ നിങ്ങൾക്ക് വാക്ക് തരുന്നു. നിങ്ങളുടെ ഈ സന്ദേശം രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഞാൻ എത്തിക്കാൻ ശ്രമിക്കും. പക്ഷെ ഒന്നും കൂടി, ഈ ക്ലെയിമും ഞാൻ പാസ്സാക്കും. എന്തിന്? വിദ്യ, നിങ്ങളെ കൊലപ്പെടുത്തി എന്നത് ശരി തന്നെയാണ്. പക്ഷെ ഇൻഷുറൻസിന്റെ ക്ലെയിമിന്റെ പണം ക്ലെയിമിന്റെ യഥാർത്ഥ അവകാശികൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് അത് ലഭിക്കണ്ടേ? എനിക്ക് വേണ്ടി ചെയ്ത ഈ സഹായം എത്ര വലുതാണ്. ഞാൻ ഒരു സഹായം കൂടി നിങ്ങളോട് ചോദിക്കുന്നതിൽ വിരോധമില്ലല്ലോ. അതെന്താണ് വിദ്യ? നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുമോ? വിദ്യ, ഇതൊരു സഹായമല്ല, ഓരോ മനുഷ്യന്റെയും കടമയാണ്. അത് നിർവഹിക്കുവാൻ തീർച്ചയായും ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നും നിങ്ങളുടെ മുമ്പിൽ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കാരണമാണ് എൻ്റെ ആത്മാവിന് ശാന്തി ലഭിച്ചത്, പിന്നെ മുക്തിയും. നിങ്ങൾക്ക് എന്നും നന്മകൾ ഉണ്ടാവട്ടെ.